ഹായ്, മോഹൻലാൽ എന്ന നടനിൽ നിന്നും സംവിധായകൻ എന്നുള്ള ലേബലിലേക്ക് കാലെടുത്ത് വെച്ച ചിത്രമായിരുന്നു ബാറോസ് എന്നുള്ളത്. ഇന്ന് ഈ ഒരു ചിത്രം നമ്മുടെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് ഈ ഒരു ഫാന്റസി ചിത്രത്തെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. സിനിമയുടെ കഥ എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം ഒരു 400 വർഷങ്ങളായിട്ട് നിധി കാക്കുന്ന ഒരു ഭൂതമുണ്ട്. ആ ഭൂതത്തിൻ്റെ കഥയാണ് ഈ ഒരു ചിത്രം പറയുന്നതെന്ന് പറയാൻ സാധിക്കും. എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ സിനിമ കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തരക്കേടില്ലാത്ത സിനിമ അല്ലെങ്കിൽ ഒരു ആവറേജ് സിനിമ എന്നുള്ള രീതിയിലാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ സാറ്റിസ്ഫാക്ഷൻ നൽകുന്നത് ടെക്നിക്കലി കുറച്ച് കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. അതായത് എടുത്തു പറയേണ്ടത് സിനിമയുടെ എഫക്ട്സ് വർക്കുകൾ അല്ലെങ്കിൽ VFX വർക്കുകളാകട്ടെ, സ്പെഷ്യൽ എഫക്ട്സ് വർക്കുകളാകട്ടെ, ചിത്രത്തിൻ്റെ ആർട്ട് വർക്കാകട്ടെ, ചിത്രത്തിൻ്റെ സിനിമാറ്റോഗ്രഫി വർക്കാകട്ടെ, മ്യൂസിക് വർക്കാകട്ടെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അത്യാവശ്യം ഒരു മലയാള സിനിമ എന്നുള്ള രീതിയിൽ നോക്കി കാണുമ്പോഴത്തേക്കും അത്യാവശ്യം ഒരു വേറിട്ട എക്സ്പീരിയൻസ് തന്നെയായിരുന്നു പ്രേക്ഷകരിലേക്ക് ഒരു ചിത്രം സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത്. ആ ക്വാളിറ്റി സിനിമയുടെ കഥയ്ക്ക് വലിയധികം ഫീൽ ചെയ്യാനില്ല, അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് വലിയ ഫീൽ വരുന്നില്ല കഥാപരമായിട്ട് എന്നുള്ളതാണ് ബറോസിൻ്റെ പ്രധാന പ്രശ്നം എന്നുള്ളത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഥ എന്നുള്ളത് അത്യാവശ്യം ഒരു വെറൈറ്റി സംഭവമൊക്കെ തന്നെയായിരുന്നു. ഒരു ഭൂതവും ആ ഭൂതം കാക്കുന്ന നിധിയും പിന്നെ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള ഇമോഷൻസും ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഭവമൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഇത് എക്സിക്യൂട്ട് ചെയ്ത് തിരക്കഥയിലൂടെയൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്കും വളരെ സ്ലോ ആയിരുന്നു എന്നുള്ളതാണ് ചിത്രത്തിന് വലിയൊരു ഡ്രോബാക്ക് എന്നുള്ളത്. അതും ആദ്യ പകുതിയൊക്കെ ഒന്ന് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. വളരെ ലാഗടിപ്പിച്ചാണ് ആദ്യ പകുതിയൊക്കെ പോകുന്നത്. പിന്നെ ആദ്യ പകുതി വെച്ച് നോക്കി കഴിയുമ്പോഴത്തേക്കും രണ്ടാം പകുതി കുറച്ച് ഭേദപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഒരു ടോട്ടാലിറ്റി എടുത്ത് പരിശോധിക്കുമ്പോഴത്തേക്കും ഇവർ എഴുത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഒന്ന് എന്നുള്ളത് ഒരു സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞ് ആ ഒരു സിറ്റുവേഷനിൽ തന്നെ തുടരുന്ന പരിപാടി, അത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എടുത്തിട്ട് അതിൽ നിന്ന് അടുത്ത സിറ്റുവേഷനിലേക്ക് പോകാൻ വേണ്ടി എടുക്കുന്ന ടൈം എന്നുള്ളത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഒട്ടുമുക്കാൽ പ്രേക്ഷകർക്ക് ഒരു ലാഗ് എന്നുള്ള ഒരു സംഭവം തീർച്ചയായിട്ടും ഫീൽ ചെയ്യും. അതുപോലെ തന്നെ പലപ്പോഴും ഒരു കണ്ടിന്യൂറ്റി തോന്നില്ല, അല്ലെങ്കിൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മളെ ഇമോഷണലി കണക്ട് ആക്കുന്ന രീതിയിൽ സിനിമയുടെ ആ ഒരു കഥ പോകുന്നതായിട്ട് നമുക്ക് തോന്നില്ല. അതായത് ഒരു കണ്ടിന്യൂറ്റി ഫീലും ആ ഒരു എഴുത്തിലൊന്നും കൊണ്ടുവരാൻ വേണ്ടി റൈറ്റർക്കൊന്നും സാധിക്കുന്നില്ല. അതാണ് ബറോസിൻ്റെ ഒരു വെല്ലുവിളി എന്നുള്ളതും. പിന്നെ പ്രകടനങ്ങളുടെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ഓക്കെ ഫീൽ നൽകുന്ന പ്രകടനങ്ങളൊക്കെ തന്നെയാണ് എല്ലാവരും കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. മോഹൻലാൽ ആകട്ടെ, അതുപോലെ തന്നെ ഷേല എന്ന് പറയുന്ന ഒരു ആക്ട്രസ്സാണ് ഇതിൻ്റെ അകത്തൊരു ചെറിയ കുട്ടിയായിട്ട് എത്തുന്നുണ്ട്, അസബല്ല എന്ന് പറയുന്നത്. ആ ഒരു കുട്ടിയുടെ പ്രകടനമായിട്ട് അങ്ങനെ വന്നിരിക്കുന്ന എല്ലാവരും പ്രകടനങ്ങളൊക്കെ ഓക്കെയാണ്. ടെക്നിക്കലിയും സിനിമ ഓക്കെയാണ്. പക്ഷേ സ്റ്റോറി വൈസിൽ അത് അവതരിപ്പിച്ച് പോകുമ്പോഴത്തേക്കും അത്രത്തോളം ഇമ്പാക്റ്റ്ഫുൾ ആയിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി സംവിധായകന് സാധിച്ചില്ല എന്നുള്ളതാണ് പ്രധാന ഒരു പ്രശ്നം എന്നുള്ളത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റൈറ്റിങ്ങിൽ കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു. അതും ആദ്യ പകുതി എന്നുള്ളത് ഇനിയും ഒരുപാട് ബെറ്റർ ആകേണ്ട ഒരു ചിത്രം എന്ന് പറയാൻ സാധിക്കും. അത്രത്തോളം ലാഗടിപ്പിച്ചാണ് ആദ്യ ഭാഗം അല്ലെങ്കിൽ ആദ്യത്തെ പകുതി അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപക്ഷെ നിങ്ങൾ കുട്ടികളൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ കുട്ടികൾ എൻജോയ് ചെയ്യും. കാരണം അവർക്ക് ഇൻട്രസ്റ്റ് ആകുന്ന കുറേ സംഭവങ്ങൾ ഈ ഒരു സിനിമയുടെ കഥയ്ക്കുള്ളിൽ മോഹൻലാൽ അദ്ദേഹം പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു കുട്ടികളൊക്കെ അത്യാവശ്യം ഹാപ്പി ആയിരിക്കും. പക്ഷേ ഒരു ജനറൽ ഓഡിയൻസ് ഉണ്ടല്ലോ, ഇച്ചിരി സീനിയർ ഒക്കെ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആരാധകരുണ്ടല്ലോ, അവർക്ക് എത്രത്തോളം ഈ ഒരു സിനിമ സാറ്റിസ്ഫാക്ഷൻ നൽകുമെന്ന് എനിക്കറിയില്ല. പിന്നെ 3D ചിത്രമാണ്. 3D എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3D ക്യാമറയിലൊക്കെ എടുത്തൊരു സിനിമയാണ് എന്നുള്ള രീതിയിൽ നോക്കി കാണുമ്പോഴത്തേക്കും വലിയ രീതിയിലുള്ള 3D എഫക്ട്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കില്ല. അത്യാവശ്യം ഉണ്ടായിരുന്നു, പക്ഷേ കുറച്ചുകൂടിയൊക്കെ ആവാമായിരുന്നു. കാരണം ഒരു 3D ഫോർമാറ്റിൽ എടുത്ത ചിത്രമാണല്ലോ. സോ കുറച്ചുകൂടി 3D എഫക്ട്സും കാര്യങ്ങളൊക്കെ തന്നെ കൊടുക്കാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, എനിക്ക് ഒരു ഓക്കെ ഫിലിം, അത് വലിയ ഒരു ഹാപ്പിനെസ് എന്നുള്ളൊരു കാര്യം സമ്മാനിച്ചിട്ടില്ല. ജസ്റ്റ് സെക്കൻഡ് ഹാഫിലൊക്കെ കുറച്ച് ഇമ്പ്രസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് തന്നെ ഒരു ഓക്കെ എന്നുള്ളൊരു ഫീൽ മാത്രമാണ് നൽകിയിട്ടുള്ളത്. സോ ഒരു 6 out of 10 ആണ് നൽകുന്നത്. 10-6. സിനിമ കുടുംബമൊക്കെ ആയിട്ട് വരുന്ന കാണാൻ സാധിക്കുന്ന ഒരു ചിത്രം കൂടിയാണ്. എന്തായാലും ഒരു കാര്യം മാത്രം പറയാം, നിങ്ങൾ കാണാൻ പോവുകയാണെങ്കിൽ തന്നെ നല്ല തിയേറ്റർ ചൂസ് ചെയ്യുക. അത് ക്വാളിറ്റി ഉള്ള ഒരു തിയേറ്റർ ചൂസ് ചെയ്തിട്ട് പോവുക. അങ്ങനെ ഉണ്ടെങ്കിലാണ് കുറച്ചുകൂടി ഒന്ന് ഭേദപ്പെട്ട ഒരു എക്സ്പീരിയൻസ് ഈ ബാറോസ് സമ്മാനിക്കുക. എന്തായാലും നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം.